ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളിയായ ഒരു പായസമാണ് ഇത്. നമ്മൾ നല്ല കുറുകിയും ടേസ്റ്റിയായ ഒരു പായസമാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഡിഫറെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഏറ്റവും ആദ്യം നമ്മൾ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരിക്ക് നല്ലപോലെ ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കുക. അത് നല്ലപോലെ കഴുകിയിട്ടെടുക്കുക. പച്ചരി കഴുകി കഴിഞ്ഞ് നമ്മൾ ഇതിൽ വെള്ളം ഇട്ട് ഇച്ചിരി നേരം കുതിർന്ന് വെക്കണം. ഒരു മിനിമം ഒരു 15 മിനിറ്റ്സെങ്കിലും ഇത് കുതിർന്ന് വെക്കണം. അത് കഴിഞ്ഞ് നമ്മൾ 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. ആദ്യം 2 പാക്കറ്റ് പാൽ ചൂടാക്കുകയാണെങ്കിൽ 1 ലിറ്റർ നല്ലപോലെ അത് ചൂടാക്കണം. നല്ല ഒരു തിളച്ച് വരുന്ന വരെ അത് നമുക്ക് നല്ലപോലെ ചൂടാക്കി എടുക്കണം. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇത് പാല് ചൂടാക്കി എടുക്കാം. നല്ല പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുതിർത്ത് വെച്ച് അരി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഇച്ചിരി കുറയ്ക്കണം. ഒരു ഹാഫ് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് തിളപ്പിക്കുന്നത്. കാരണം നമുക്ക് കണ്ടിന്യൂ അത് സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ താഴെ പിടിക്കാതെ രീതിയിൽ. അപ്പോൾ ഇത് കണ്ടിന്യൂ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ചെയ്യാവുള്ളൂ. ഈ സമയം നമ്മൾ ഒരു ഇച്ചിരി പാല് മാറ്റി വെക്കുകയാണ്. നമ്മൾ കുങ്കുമപ്പൂ കുതിർന്ന് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ട് ഇച്ചിരി കുങ്കുമപ്പൂ ഇട്ട് സൈഡിൽ വെച്ചേക്കാം. ഇനി കണ്ടിന്യൂസ് നമുക്ക് ഇത് സ്റ്റീർ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ അരി വെന്ത് വരാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ്സ് മിനിമം എടുക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നോക്കുക, നമുക്ക് ഈ അരി വെന്ത് വരും. അപ്പോൾ ഈ പാൽ ഇച്ചിരി പതിയതായിട്ട് കുറുകിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടോ, നല്ലപോലെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. പാൽ ഒട്ടുമില്ല, ഇപ്പോൾ കുറുകിപ്പോയി. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 2 പാക്കറ്റ് പാലാണ്. അപ്പോൾ 1 പാക്കറ്റ് മിച്ചമുണ്ട്. ഞാൻ 1.5 ലിറ്റർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാൽ ഇപ്പോൾ ഈ സമയത്ത് ഇത്ര കുറുക്കി കഴിഞ്ഞ് നമ്മൾ ആ പാൽ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കും. ഇനി പിന്നെയും നമ്മൾ ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കൊരു എത്ര നല്ലപോലെ കുറുകി വരണ ആ സമയത്ത് നമുക്ക് അരി ഇങ്ങനെ നോക്കണം. നോക്കിയാൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അരി വെന്ത് കഴിഞ്ഞ് മാത്രമേ ഇതിൽ പഞ്ചസാര ഇടാവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ആക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ കുങ്കുമപ്പൂ ഉണ്ടാക്കി വെച്ച പാലില്ലേ, ആ പാൽ കൂടി ഇതിൽ ഒഴിക്കാം. നല്ലപോലെ മിക്സ് ആക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മാക്കി വെക്കണം. കൂടുതൽ ഫ്ലെയിം വെച്ചാൽ ചിലപ്പോൾ താഴെ കഴിയാൻ്റെ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലിട്ട് ഒരു 1/2 സ്പൂണ് ഏലക്കപ്പൊടിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം ഇടാൻ പോകുന്നത് നമ്മുടെ നട്ട്സാണ്. അപ്പോൾ നട്ട്സിൽ ഞാൻ എടുത്തിരിക്കുന്നത് കാഷ്യൂ, ബദാം, പിസ്തയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ അവൈലബിൾ ഉണ്ടോ അത് നിങ്ങൾക്ക് ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ പായസം കണ്ട നല്ല കുറുകിയ ഒരു ക്രീമി പായസമാണ്. നല്ല ക്രീമി ടെക്സ്ചറാണ്, നല്ല ടേസ്റ്റാണ്. ഇപ്പം ഈ വെന്ത് വന്നപ്പോൾ തന്നെ നല്ല മണമുണ്ട്. അതിൻ്റെ ഒരു അരോമ നല്ല സൂപ്പർ അരോമ വരുന്നുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം തീർച്ച ഉണ്ടാക്കി നോക്കണം. ഈ പാൽ പായസം ഒന്നാന്തര ടേസ്റ്റാണ്.